ലോകകപ്പിൽ ഞങ്ങൾ കളിക്കുന്നത് ഞങ്ങളുടെ ചോരയ്ക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ പാരമ്പര്യത്തിനും വേരുകൾക്കും വേണ്ടിയാണ്. അത് വാക്കുകൾക്ക് അതീതമായ ഒരു വികാരമാണ്. 52 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയതിനു ശേഷം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡിഫൻഡർ കലൂലു പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ആ വാക്കുകളിലെ ആവേശവും അവരെ നയിക്കുന്ന വികാരവും സത്യസന്ധമായിരുന്നു എന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം പോർച്ചുഗലിനെതിരെ വിശ്വവേദിയിൽ അവർ കാഴ്ചവെച്ചത്. ലോകകപ്പിലേക്കുള്ള അവരുടെ സ്വപ്നതുല്യമായ തിരിച്ചുവരവ് അത് വിധിക്ക് നേരെ ഒരു ജനത നടത്തിയ പോരാട്ടത്തിന്റെ അടയാളം കൂടിയാണ്. അതറിയണമെങ്കിൽ 1974 അവസാനമായി അവർ ലോകകപ്പ് കളിച്ചപ്പോൾ സംഭവിച്ച ഫുട്ബോൾ ലോകത്തിന് അധികമൊന്നും അറിയാത്ത അടിച്ചമർത്തലിന്റെ ആ കഥയിലേക്ക് തിരിച്ചു പോകണം. 1971 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്നത്തെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അറിയപ്പെട്ടിരുന്നത് സൈർ എന്നായിരുന്നു. അധിനിവേശത്തിന്റെ കറകൾ കഴുകിക്കളയാൻ എന്ന പേരിൽ പ്രസിഡന്റ് മൊബൂട്ടു സെസെ സെക്കോ രാജ്യത്തിന്റെ പേര് മാറ്റിയെങ്കിലും പിന്നീട് അവിടെ അരങ്ങേറിയത് ഭീകരമായ സ്വേച്ഛാധിപത്യമായിരുന്നു. സേക്കോയ്ക്ക് കായികം എന്നത് തന്റെ രാജ്യത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു ആയുധം മാത്രമായിരുന്നു. അങ്ങനെയിരിക്കെ സൈർ ലോകകപ്പിന് യോഗ്യത നേടിയപ്പോൾ മൊബൂട്ടു അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി. പുതിയ കാറുകൾ, വീടുകൾ, വലിയ തുകകൾ. എന്നാൽ ജർമ്മനിയിലെത്തിയപ്പോൾ കഥ മാറി. കൂടെ വന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കളിക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന പണം മുഴുവൻ മോഷ്ടിച്ചു. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ ഹോട്ടൽ മുറികളിൽ അവർ തളച്ചിടപ്പെട്ടു. അവരുടെ മനോവീര്യം പൂർണ്ണമായും തകർന്നുപോയി. അതെ, മാനസികമായി തളർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ടീം കളിക്കളത്തിലും അടിതെറ്റി തുടങ്ങി. ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനോട് തോറ്റ അവർ രണ്ടാമത്തെ മത്സരത്തിൽ യുഗോസ്ലാവിയയോട് മറുപടിയില്ലാത്ത 9 ഗോളുകൾക്ക് നാണം കിട്ടും. ആ നാണം കെട്ട തോൽവിക്ക് ശേഷം ഹോട്ടൽ മുറിയിൽ എല്ലാം നഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്ന ടീം അംഗങ്ങൾക്ക് മുന്നിലേക്ക് അവരുടെ രാജ്യത്തു നിന്നും വന്നത് ആശ്വാസവാക്കുകളോ പ്രതിവിധികളോ ആയിരുന്നില്ല. വലിയ തോക്കുകളുമായി എത്തിയ മൊബൂട്ടുവിന്റെ ഒഫീഷ്യലുകളായിരുന്നു. അവരൊരു ഭീഷണി മുഴക്കി. അവസാന മത്സരത്തിൽ 3-ൽ കൂടുതൽ ഗോളുകൾ വഴങ്ങിയാൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ പിന്നെ ഈ ഭൂമിയിൽ സ്ഥാനമുണ്ടാവില്ല, നിങ്ങൾ ഒരിക്കലും സ്വന്തം രാജ്യം കാണില്ല എന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ സൈർ താരങ്ങൾ കുഴഞ്ഞു. കാരണം അവരുടെ അടുത്ത മത്സരം സാക്ഷാൽ ബ്രസീലുമായിട്ടായിരുന്നു. സ്വാഭാവികമാണ്, ബ്രസീൽ ആ മത്സരത്തിൽ ആധിപത്യം തുടങ്ങും. സ്കോർ 2-0 എന്ന നിലയിൽ പുരോഗമിക്കുന്നു. അപ്പോഴായിരുന്നു പെനാൽറ്റി ബോക്സിന് തൊട്ട് വെളിയിൽ നിന്ന് ബ്രസീലിനൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. റിവെലിനോയുടെ ഫ്രീ കിക്ക് വലയിലെത്തിയാൽ സ്കോർ 3-0 ആകും. തങ്ങളുടെ ജീവൻ തുലാസിലാകും. ആ നിമിഷം മൈതാനം സൈർ ടീമിന് നരകത്തിലേക്കുള്ള വാതിലായി തോന്നപ്പെട്ടു. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സൈർ ഡിഫൻഡർ മേപ്പു ഇലുങ്ക ബ്രസീൽ ആ ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുൻപേ ഡിഫൻസീവ് വാളിൽ നിന്നും ഓടിയെത്തി അത് തട്ടിത്തെറിപ്പിക്കുന്നത്. അത് പരിഹാസ ചിരിയോടെ ഫുട്ബോൾ ലോകം നോക്കിക്കണ്ടു. അന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വിളിച്ചത് ആഫ്രിക്കൻ കളിക്കാരുടെ വിവരക്കേടെന്നായിരുന്നു. നിയമങ്ങൾ അറിയാത്ത ഒരു ആഫ്രിക്കൻ കളിക്കാരന്റെ വിഡ്ഢിത്തം എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ മേപ്പു ഇലുങ്ക എന്ന ഡിഫൻഡറെ നോക്കി പൊട്ടിച്ചിരിച്ചു. സമയം കളയാനും കളി തടസ്സപ്പെടുത്താനും അല്ലെങ്കിൽ ഒരു ചുവപ്പ് കാർഡ് വാങ്ങി ആ നരകത്തിൽ നിന്നും പുറത്തു പോകാനും വേണ്ടിയാണ് ഇലുങ്ക ഓടിച്ചെന്ന് ആ പന്ത് ദൂരേക്ക് അടിച്ചു കളഞ്ഞത്. അത് അജ്ഞതയായിരുന്നില്ല, ജീവൻ നിലനിർത്താനുള്ള ഒരു മനുഷ്യന്റെ അവസാനത്തെ അറ്റകൈ പ്രയോഗമായിരുന്നു. മത്സരത്തിൽ അവർ 3-0 തോറ്റു. ഭാഗ്യത്തിന് 4ാമതൊരു ഗോൾ വഴങ്ങിയില്ല. അതുകൊണ്ട് മാത്രം അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. എന്നാൽ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ ആ കളിക്കാരെ കാത്തിരുന്നത് ക്രൂരമായ അവഗണനയായിരുന്നു. വാഗ്ദാനം ചെയ്ത കാറോ വീടോ പണമോ അവർക്ക് ലഭിച്ചില്ല. പലരും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് വീണുപോയി. 2015 ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇലുങ്ക പറഞ്ഞ ഒരു വാചകമുണ്ട്: എനിക്ക് ജീവിതം ഒന്നുകൂടി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഫുട്ബോളറാകുന്നതിന് പകരം ഞാൻ കർഷകനായി ജീവിക്കുമായിരുന്നു. സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും വേണ്ടിയായിരുന്നു സൈർ അന്ന് പന്ത് തട്ടിയത്. 52 വർഷങ്ങൾക്കിപ്പുറം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയായി അവർ ലോകകപ്പിലേക്ക് തിരിച്ചെത്തിയതും ഈ ചരിത്രം പേറിയാണ്. അതുകൊണ്ടുകൂടിയാണ് പോർച്ചുഗലിനെതിരെ 1-ാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ അവസാന സെക്കൻഡിൽ യോവാൻ വിസ നേടിയ ആ ഹെഡർ ഗോളിന് ഒരു സമനില ഗോളിനേക്കാൾ പ്രാധാന്യമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വിധിക്കെതിരെ നടത്തിയ പോരാട്ടമാകുന്നത്.